തിരികെ ചർച്ചയിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ സംസ്ഥാന സർക്കാരിന് കൃത്യമായി തന്നെ കോടതി വ്യവഹാരങ്ങൾ അറിയാം, അതിൻ്റെ നിയമസാധുത അറിയാം, അതിന് നിയമവിദഗ്ധനുണ്ട് ഉപദേശം നൽകുന്നതിനായി. ഇത്തരമൊരു നടപടിയിലൂടെ, ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നതിലൂടെ അവർക്ക് ഇതിൻ്റെ നിയമോപദേശം ലഭിച്ചതിലുപരി മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി കളിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നിയമ ഉപദേശം വ്യക്തമായി സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കാനാണ് സാധ്യത. ഒരു നിയമവിദഗ്ധനും പറയില്ല ഈ കേസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന കേസ് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു നിയമവിദഗ്ധനും ഒരു ഉപദേഷ്ടാവും ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ടും ഈ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ കേസിന് പോകുന്നതിന്റെ പിന്നിൽ ഒരു നാടകീയമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതിനുപരിയായി ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. ആ അന്തരീക്ഷം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ ആവശ്യവും അത്യന്താപേക്ഷിതമാണ് എന്ന് ഏതാനും കോടികൾ മുടക്കി ഈ കേസ് മുന്നോട്ട് പോയാൽ അതിലൊരു പെട്ടെന്നൊരു തീർപ്പ് കൽപ്പിക്കാതെ ഇതൊരു പ്രഹേളികയായി തുടർന്നാൽ ഒരുപക്ഷെ ആ ഒരു സമയക്രമം ഞങ്ങളിതാ കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പോരാടുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ UDF ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിന്റെയും മതനിരപേക്ഷ സമുദായം വിഭാഗം എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ വോട്ട് LDF വേണ്ടി സ്വാംശീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതൊരു വലിയ ശ്രമമാണ്. അതിനെനിക്ക് തെറ്റു പറയാനാവില്ല. കാരണം ഒരു രാഷ്ട്രീയ അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഇത് ചെയ്താൽ അതിന് തെറ്റു പറയാനാവില്ല. അത് അവരുടെ മിടുക്കാണ്. പക്ഷേ അതിന് ഉപയോഗിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിനെയാണോ? പ്രഥമ പൗരയായ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രസിഡന്റിനെ തൊടാനാവില്ല എന്ന് നിയമോപദേശം ലഭിച്ചു. പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടാനാവില്ല. ആ തീരുമാനം എടുക്കുന്നത്, ഭരണഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആത്യന്തികമാണ്, പരമമാണ്. അത് ചലഞ്ച് ചെയ്യാനാവില്ല. അവിടെയാണ് പ്രസിഡന്റിന്റെ ഓഫീസിനെയാണ് ഇവിടെ ഈ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ലൂപ്പ് ഹോൾ എല്ലാം ലഭിക്കുന്ന ചെറിയ ചെറിയ ലൂപ്പ് ഹോളുകളും പഴുതുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി ഇവിടെ നേരത്തെ ശ്രീ JR പത്മകുമാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതായത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി ഉള്ള രാജ്യമാണ്. സമ്മതിച്ചു, തത്വത്തിൽ ഇന്ത്യ പാർലമെന്ററി സുപ്രമസി അല്ല, ഒരു ബ്രിട്ടീഷുകാരെ പോലെ പാർലമെന്ററി സുപ്രമസി അല്ല, അല്ലെങ്കിൽ പോപ്പുലർ സോവറിറ്റി അല്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സുപ്രമസി അല്ല, മറിച്ച് നമ്മുടെ ഭരണഘടനയാണ് സുപ്രീം. ആ ഭരണഘടനയുടെ വിധാതാവ്, ഇന്റർപ്രറ്റർ, സംരക്ഷകൻ ആണ് കോടതി. നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ ഉള്ള അതിശക്തമായ ഒരു കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. ആ കോടതിയാണ് ഭരണഘടനയുടെ കാവൽനായ. അങ്ങനെയാകുമ്പോൾ ഭരണഘടനാപരമായ ഒരു കാര്യത്തിന്റെ സാധുത പരിശോധിക്കാൻ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനാവും. കേരള സർക്കാരിന് എല്ലാ അവകാശവുമുണ്ട്, സുപ്രീം കോടതിയെ സമീപിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ ഇത് ബേസിക്കലി നിലനിൽക്കുന്ന ഒരു കേസാണോ ഇത് എന്ന് നോക്കണം. ഇവിടെ സുപ്രീം കോടതി അങ്ങനെ ഈ കേസ് എത്തിയെന്ന് നോക്കുക. അത് വീണ്ടും ഒരു നിർദ്ദേശം വന്നു, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അതായത് ഇപ്പോൾ ദ്രൗപദി മുർമു, സ്വന്തമായ ഡിസ്ക്രിഷണറി, സ്വയമായ തീരുമാനപ്രകാരം തീരുമാനിക്കാവുന്ന ഒന്നാണ് ഈ കാര്യം. അങ്ങനെയാണ് വൈപ്പ്, ശരിയാണ്, അങ്ങനെയാണ് ഭരണഘടനാപരമായ വ്യവസ്ഥ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് പലപ്പോഴും അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് കോടതി വിധികളിലൂടെയാണ്, അല്ലെങ്കിൽ ഫർദർ അമെന്റ്മെന്റുകളിലൂടെ അതിന്റെ അന്തസ്സത്തേക്ക് മാറ്റം വന്നു. അവിടെ പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ, കൗൺസിൽ മിനിസ്റ്റേഴ്സ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് പ്രസിഡന്റിന് കൊടുത്താൽ അത് പ്രസിഡന്റ് ചെയ്യണം. അത് സൂചിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഇവിടെ വിഷയം സംസ്ഥാനമാണ്. സംസ്ഥാനത്തിന്റെ ഒരു പരിഭവം, അത് പ്രസിഡന്റിനെ കുറിച്ചുള്ള ഒരു പരിഭവമാണ്. പ്രസിഡന്റ് സംസ്ഥാന ഭരണം ദുസ്സഹമാക്കുന്ന രീതിയിൽ ബില്ലുകൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, റിലീസ് ചെയ്യുന്നില്ല എന്ന പരിഭവമാണ്. അത് പ്രസിഡന്റിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറിൽ വരും എന്ന് ആത്യന്തികമായി നമുക്ക് നിഗമനത്തിലെത്താമെങ്കിൽ പോലും ദ്രൗപദി മുർമു എന്ന വ്യക്തിയെ കൂടി നമ്മൾ കാണണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല, അല്ലെങ്കിൽ അതിശക്തരായ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയോട് മുട്ടം വിട്ട് നിൽക്കാൻ ഈ ഭരണഘടനയുടെ അന്തസത്ത, പ്രസിഡന്റിന്റെ പദവിയുടെ ഒരു വലിയ മഹത്വം, അതിശക്തമായ ഒരു പദവിയാണ്. കാരണം ഭരണഘടന വായിച്ചാൽ കിട്ടുന്ന പ്രതീതി എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ് സർവശക്തനായ ആളാണ്.
ഇല്ലെ? എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്, ഓൾ ദീസ് പവേഴ്സ് ഗിവൻ ടു ദ പ്രസിഡന്റ് ക്യാൻ ബി എക്സർസൈസ്ഡ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദാറ്റ് അഡ്വൈസ് ഈസ് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. അതോടുകൂടി പ്രസിഡന്റിന്റെ പല്ല് കൊഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ഇത് അവസാനം പ്രസിഡന്റിന്റെ ഡിസ്ക്രഷൻ എന്ന് ആലങ്കാരികമായി പറയാമെങ്കിലും ശ്രീമതി ദ്രൗപദി മുർമു തീർച്ചയായിട്ടും ഇതിൽ ഒരു ഒരു ഔചിത്യബോധത്തോട് തീരുമാനമെടുക്കാനാവില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഒരു ഇതായിട്ട് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യാനാവൂ. ഇവിടെ കോടതിക്ക് വേണമെങ്കിൽ ഭരണഘടനയുടെ അന്തസ്സത്ത പൂർണ്ണമായി ഇതിന്റെ നിയമവശം നോക്കി, അത് ഞാൻ വിശ്വസിക്കുന്നു, ഇതിന്റെ നിയമവശം നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ആവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് ഈ കേസ് വൃദ്ധാവിലായ ഒരു കേസാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ രാംകുമാർ, താങ്കളും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ഇതിൽ നിയമ സാധുത എന്ന് പറയുന്നത് തുലവും കുറവാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ അടക്കം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അനുമതി വൈകുന്ന ബില്ലുകളുടെ സ്വഭാവം നമുക്കറിയാം. ഇവിടെ രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഗവർണർ സർക്കാർ പോര് തുടങ്ങുന്നത് തന്നെ സർവകലാശാല അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ തുടരുന്നോണമാണ് ലോകായുക്ത ബില്ലും ഗവർണറുടെ പദവിയുടെ അധികാരം കുറയ്ക്കുന്നതടക്കമുള്ള, ചാൻസലറെ നിരോധിക്കുന്നതടക്കമുള്ള ബില്ലുകളിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടിക്കേറ്റ ജാള്യത മറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി സംസ്ഥാന സർക്കാരിനില്ലേ? അതായത് തങ്ങൾ ആദ്യം എടുത്ത നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, തങ്ങൾ ധാർമ്മികമായി പോരാടുകയാണ്, ഭരണഘടനാപരമായി പോരാടുകയാണ് എന്നൊക്കെ പൊതുജനങ്ങൾക്ക് മുൻപിൽ വരുത്തി തീർക്കാനുള്ള ഒരു വൃഥാശ്രമം അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? അല്ലല്ല, ഇത് ധാർമ്മികത പോയി വളരെ സങ്കുചിതമായ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ കാണുന്നത്. കാരണം ഭരണഘടനയുടെ 361 അനുച്ഛേദം നമ്മുടെ സംസ്ഥാന സർക്കാരിനും നിയമോപദേഷ്ടാക്കൾക്കും അറിയാത്തതല്ല. അതിനെ വിവക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിവിധ വിധികളിൽ രാഷ്ട്രപതിയോ രാഷ്ട്രപതിയുടെ ഓഫീസോ കോടതികളിൽ ഉത്തരം പറയാനുള്ള ബാധ്യതയില്ല എന്ന നിലപാട് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തമിഴ്നാട് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് റിറ്റ് കൊടുത്തു. അവർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, പ്രസിഡന്റ് അവരെ നിയമിച്ച് കഴിഞ്ഞാൽ ആ നിയമനം പരിശോധിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഏതാണ്ട് അതുപോലെ തന്നെ എവിടെയും പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ഒരു പുതുതല്ല. ഉദാഹരണത്തിന് ഭരണഘടനയുടെ 122 അനുച്ഛേദമനുസരിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ പാർലമെൻറ്റിനകത്ത് സംസാരിക്കാം, കോടതി അലക്ഷ്യം വരെ സംസാരിക്കാം, ജഡ്ജിമാരെ നിശിതമായി വിമർശിക്കാം, രാഷ്ട്രീയ പ്രതിയോഗികളെ തൊലി ഉരിച്ച് കാണിക്കാം. അവർക്ക് പരിപൂർണമായ സംരക്ഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംരക്ഷണം കൊടുക്കുന്നത്? ഇത് ജനാധിപത്യ പ്രവർത്തനത്തിൽ അനിവാര്യമായ സംരക്ഷണമാണ്. അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഓരോ ഉത്തരവും കോടതികളിൽ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കളിയാക്കുന്ന രീതിയിലുള്ള വ്യവഹാരങ്ങൾ കോടതികളിൽ വരും. പലപ്പോഴും പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം പരിപൂർണമായും കോടതികളുടെ പരിശോധനത്തിന് അതീതമാണ് എന്ന തത്വം ആവർത്തിച്ച് പറയുന്നത് ജനാധിപത്യത്തിൽ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്താൽ ഇവിടെ അരാജകത്വം വരും, അത് നിയമവാഴ്ച തകരും. അത് ഒഴിവാക്കാനാണ് വളരെ ബുദ്ധിപൂർവ്വം ഭരണഘടനയിൽ ഉദാഹരണത്തിന് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഒരു ജഡ്ജിക്ക് ഒരിക്കലും രണ്ട് കക്ഷികളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വിധി പ്രസ്താവിക്കാൻ പറ്റില്ല. തോറ്റ കക്ഷിക്ക് സ്വാഭാവികമായും നിരാശയുണ്ടാകും. ഒരുപാട് ആശയങ്ങൾ ആ നിരാശയോടെ നടക്കും. ജഡ്ജി കൈക്കൂലി മേടിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ്. അങ്ങനെ ഓരോ വ്യവഹാരിയും കേസ് എതിരായി വിധിച്ച ജഡ്ജിക്കെതിരായി നിയമ നടപടികൾ എടുത്താൽ നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താകും? അത് ഒഴിവാക്കാനാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഹൈക്കോടതി ജഡ്ജിമാർക്ക് സംരക്ഷണവും കൊടുത്തിരിക്കുന്നത്. അത് നാം പിന്തുടരുന്ന ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്.
അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കലല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തലാണ്. ഏത് സ്വാതന്ത്ര്യത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളും ചില അച്ചടക്കവും പാലിക്കേണ്ടതുണ്ട് എന്ന വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗം. ഉദാഹരണത്തിന് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ ശബ്ദമുയർത്താനാണ്. അതിൽ പരിമിതികൾ വെച്ചാൽ അവർക്ക് അലോസരമുണ്ടാകും, അവരുടെ ശബ്ദത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും, ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാർലമെൻറ്റിലും നിയമസഭയിലും പരിപൂർണമായ സംരക്ഷണം നമ്മുടെ ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ കോടതികളെയോ, പക്ഷേ അതേസമയം തന്നെ ഒരു മര്യാദ നമ്മുടെ ഭരണഘടനയിലെ പല അനുച്ഛേദത്തിലും കാണുന്നുണ്ട്. കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്യാവശ്യമായി പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഭാഗമായി വളരെ വളരെ വിചിന്തനം ചെയ്ത ശേഷം ഉണ്ടാക്കിയ അനുച്ഛേദങ്ങളാണ്. ഇതിനൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കാശും ചെലവാക്കി വളരെ സങ്കുചിതവും വളരെ ബാലിശവുമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരും ചോദിക്കാനില്ല, ആരും എതിർക്കാനില്ല എന്ന ധിക്കാരം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കാശ് ചെലവാക്കുന്നത് അത്യന്തം ആക്ഷേപകരമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു നടപടിയാണ്. ഒരു രാഷ്ട്രീയമായ ബലഹീനതയാണ്, ബലമല്ല ആ പ്രവൃത്തിയിലൂടെ കാണുന്നത്. തങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു, അത് പൊതുജനത്തിൻ്റെ മുന്നിൽ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻകം ടാക്സ് ആക്ട് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് വീരവാദം ഉയർത്തിയാൽ ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യാം? ഈ മനോഭാവത്തിൻ്റെ ഭാഗമാണ് ഈ ദുർവ്യവഹാരം. ഇതൊരിക്കലും നിലനിൽക്കില്ല. ധാർമ്മികയുടെ അടുത്ത് കൂടെ പോയിട്ടില്ല. ശ്രീ ജയരാജ്, അങ്ങനെ തന്നെയാണോ? അതായത് ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും വിധേന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖം രക്ഷിച്ചേ മതിയാകുകയുള്ളൂ, അതിനുള്ള തത്രപ്പാടിൽ തന്നെയാണോ? ആന്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നാഷണൽ സർവേ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ ജനജീവി അങ്ങനെ വല്ല സർവേ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അത്തരം ഒരു സംഭവമല്ല ഇതിനകത്ത്. ഈ വിഷയത്തിൽ മികച്ചതാണ് എന്നുള്ളതിന്റെ സർവേ റിപ്പോർട്ടുകളും വന്നിട്ടില്ലല്ലോ. ഇതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട്. ഏതാണ്? സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വളരെ മികച്ചതാണെന്നുള്ള സർവേ റിപ്പോർട്ടുകളും വന്നിട്ടില്ലല്ലോ. ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റെന്താണ്? ഇല്ല, വന്നിട്ടില്ല. അല്ല, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത്, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ആസ് സൂൺ ആസ് പോസിബിൾ? എങ്ങനെയാണ് നമ്മൾ ഈ ആസ് സൂൺ ആസ് പോസിബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ അത് അസെൻഡ് ചെയ്യാനോ റിസോൾവ് ചെയ്യാനോ ഉള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ധാർമ്മികതയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോകുന്നത്, സുപ്രീം കോടതിയിൽ പോകുന്നത് ഇതുവരെ മുമ്പ് അങ്ങും കേട്ടുകഴിവില്ലാത്തൊരു സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ കേട്ടുകഴിവില്ലാത്തൊരു സംഗതിയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളതിൻ്റെ റീസൺ അറിയണ്ടേ? അത് പിടിച്ചു വെക്കാനുള്ള അവകാശം ഉണ്ടാവും, അല്ലെങ്കിൽ 2 വർഷത്തോളം പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എന്നറിയണ്ടേ? അല്ലാതെ ചുമ്മാ ഇതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയുന്നതിന് എന്താണെന്നുള്ളതിന് ഒരു വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കേസുമായി മുന്നോട്ട് പോയത്. അല്ലാതെ ഒന്നും കാണാതെ ഉപദേശമൊന്നും ഇല്ലാതെ ഒരു ഇലക്ട്രൽ ഗിമ്മിക്കിന് വേണ്ടി അങ്ങനെ പോകുന്നൊന്നും ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇവിടെ അങ്ങ് ആളാവാൻ പറ്റുമെന്നൊന്നും ആരും ധരിച്ചു വെക്കുന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ നടക്കാനും പോകുന്നില്ല. അത് വാസ്തവം തന്നെയാണ്. അത് ആര് തന്നെ ആയാലും, എത്ര വലിയ നേതാവായാലും അങ്ങനെയൊന്നും ധരിച്ചു വെക്കുന്നത് കേരള സമൂഹത്തിൽ ഭൂഷണമല്ല, നടക്കാൻ പോകുന്ന കാര്യവുമല്ല. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഓഫീസ്, രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞത് നിയമപരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. അതിനകത്ത് ജുഡീഷ്യറിക്ക് ഇടപെടാൻ പറ്റില്ല. ഇതെല്ലാം തമ്മിലൊരു ഈ പറഞ്ഞ കണക്കോലെ ഈ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് ആണല്ലോ. നേരത്തെ എനിക്ക് മുമ്പ് പറഞ്ഞ രാഷ്ട്രതന്ത്ര അധ്യാപകൻ പറഞ്ഞതുപോലെ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് ആണല്ലോ. ഈ പവേഴ്സിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ പേരിലേക്ക് കയറുന്നില്ല. പക്ഷേ ഇതിനെ കുറുക്ക് വഴികളിലൂടെ പല സ്ഥലങ്ങളിലും കർട്ടൈൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അറിയാനുള്ള ബാധ്യത അല്ലെങ്കിൽ അറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കുണ്ട്, നിയമ സംവിധാനങ്ങൾക്കുണ്ട്, നിയമസഭയ്ക്കുണ്ട്.
ജനപ്രതിനിധികൾക്കുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ശരി. ഇങ്ങനെ ഒരു മൂവ് ഞങ്ങൾ ചെയ്യുന്നു. ഇതിന്റെ ശരി, കാരണം അങ്ങനെയാണെങ്കിൽ എന്താണ്? ശ്രീ അല്ലെങ്കിൽ ജെ. എന്ത് പത്മകുമാർ, കാരണമാണെന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഈ നീക്കം എന്ന് വ്യക്തമാക്കാതിരിക്കാം. പറയുന്നത് അത് വേറൊരു വിഷയം. ധാർമ്മികതയുടെ പുറത്തു മാത്രം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മൾ ആദ്യമേ ചർച്ച തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇപ്പോഴും എത്തുകയാണ്. ഇതുകൊണ്ട് ഈ വ്യവഹാരം കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാവില്ല, സാമ്പത്തികമായ നഷ്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. നിയമം അറിയാവുന്നില്ല, നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ ഈ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗവർണറുടെ പ്രസിഡന്റിൻ്റെ പവറിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്ലാസ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. മറ്റൊന്ന്, ഈ മോഹൻ വർഗീസ് സാർ പറഞ്ഞൊരു കാര്യം, ഈ രാംകുമാർ സാർ അല്ല നമ്മൾ ഈ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ പോലെ അല്ല എന്നുള്ളതല്ല. നേരത്തെ രാംകുമാർ സാർ പറഞ്ഞല്ലോ, സെയിൽസിങ് നമ്മൾ വളരെ താഴെ നിന്ന് വന്നിട്ട് ആളായിട്ട് പോലും അദ്ദേഹം പോസ്റ്റ് ഓഫീസ് ബില്ലിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് പ്രസിഡന്റ് ഡിസ്ക്രിപ്ഷൻ പവർ ഇതിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിക്കാൻ പറ്റും. മറ്റു കാര്യങ്ങളിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തീരുമാനം, മിനിസ്റ്റേഴ്സിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് രഹസ്യരേഖയല്ല. ഒരു മന്ത്രിസഭ കൂടണമെങ്കിൽ അതിന് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കൂടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് കൂടുന്നത്. ആ ക്യാബിനറ്റിൽ എടുക്കുന്ന തീരുമാനം രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പൊതുരേഖയാണ്. അതുകൊണ്ട് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. രഹസ്യമായിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അത് ഇപ്പം നിലവിലുള്ള പ്രസിഡന്റിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ആ മഹത്തായ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം. ഇത്രാം തീയതി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ കൂടി ആ ഒരു തീരുമാനം അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഈ നമ്മുടെ ലോകായുക്ത നിയമം ത്തിനെ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അസന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരുമാനം ഇല്ല എന്നുള്ളതാണ്. ആ തീരുമാനം പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് അത് മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, സമയക്കുറവുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. ചർച്ചയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഭരണഘടനാപരമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ തിടുക്കപ്പെട്ട നീക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി മുഖം രക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. ജനം എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.